friends, എല്ലാവർക്കും മിന്റൂസ് ബിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ വീഡിയോ റിലേറ്റഡ് ടു നഴ്സിംഗ് ആണ്. അപ്പോൾ ആരും വീഡിയോ ഓഫ് ചെയ്തിട്ട് പോകരുത്. നഴ്സിംഗ് ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രയോജനമില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ ഒരു ഫ്രണ്ടോ സിസ്റ്ററോ വൈഫോ നിങ്ങളുടെ റിലേറ്റീവോ ആരെങ്കിലും ഒക്കെ നഴ്സസ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവർക്ക് ഈ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് എ ബെറ്റർ തിങ് ഫോർ ദം. സോ ഡു ഗുഡ് ഫോർ ദം. നിങ്ങൾക്ക് അറിയാവുന്ന നഴ്സസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. UK വരാനുള്ള ഇപ്പോഴത്തെ പ്രോസസ്സിങ്ങിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. സോ നിങ്ങൾക്ക് ഈസി ആയിരിക്കും ഇത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടും വരാൻ വേണ്ടിയിട്ടും. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞു. ഞാൻ വന്ന സമയത്തെ പ്രോസസ്സിങ്ങേ അല്ല ഇപ്പോൾ. ഒരുപാട് ചേഞ്ച് ആയി. ഈവൻ എക്സാമിനേഷൻസും എല്ലാം ചേഞ്ച് ആയി. എൻ്റെ പല ഫ്രണ്ട്സും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, എടി ഇതങ്ങനെയല്ല അതിങ്ങനെയല്ലേ എന്നൊക്കെ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് ഒരു എക്സ്പ്ലനേഷനും കൊടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒരു പ്രോസസ്സുമായിട്ടും അപ്ഡേറ്റ് അല്ലായിരുന്നു. സോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് നഴ്സസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചു. സോ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ മാക്സിമം ശ്രമിക്കും. മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാൻ കാര്യങ്ങൾ ശ്രമിക്കും. നിങ്ങൾക്ക് ഇത് കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനതിന് കറക്റ്റായിട്ട് അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങളിവിടെ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇവിടുത്തെ നഴ്സിംഗ് കൗൺസിലുമായിട്ടാണ്. ഇവിടുത്തെ നഴ്സിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ഓഫ് കൗൺസിലാണ്. അപ്പോൾ NMC എന്നതിനെ ഷോർട്ടായിട്ട് പറയും. അവിടെ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നഴ്സായിട്ട് ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കർണാടക നഴ്സിംഗ് കൗൺസിലും കേരള നഴ്സിംഗ് കൗൺസിലും ഒക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ ഇവിടുത്തെ നഴ്സിംഗ് കൗൺസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ NMCയുടെ പ്രോസസ്സാണ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സാധാരണ എല്ലാവരും ചെയ്യാറെന്ന് പറയുന്നത് OET കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം NMCയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാറാണ് പതിവ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ടൈം ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് സമയം ഒരുപാട് നഷ്ടപ്പെടും. സോ ബെറ്റർ ടു സ്റ്റാർട്ട് ദ NMC പ്രോസസ് ബിഫോർ യു സ്റ്റാർട്ട് OET ഓർ പാരലൽ ടു OET. OET ചെയ്യുന്നതിനോട് കൂടെ തന്നെ നിങ്ങൾക്ക് NMCയുടെ പ്രോസസ്സും തുടങ്ങാം. അല്ലെങ്കിൽ OET ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് NMCയുടെ പ്രോസസ്സ് തുടങ്ങാം. NMCയുടെ പ്രോസസ്സ് തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും OET പാസ്സാവണം എന്നില്ല. നിങ്ങൾക്കൊരു നഴ്സിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റും നിങ്ങൾ അടുത്ത CBT അറ്റൻഡ് ചെയ്യാൻ റെഡിയുമാണെങ്കിൽ, CBT എന്ന് പറയുന്നത് OET പോലെ തന്നെ ഇവിടേക്ക് വരാനുള്ള ഒരു എക്സാമാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പം അതും അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് NMCയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും ഒരു നഴ്സിംഗ് കൗൺസിലുമായിട്ട് രജിസ്റ്റേർഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് NMCയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. സോ NMCയുടെ പ്രോസസ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടൊരു പാസ്പോർട്ട് വേണം. പാസ്പോർട്ടിന്റെ 2 സൈഡും ഫ്രണ്ടും ബാക്കും വരുന്നത് പോലെ ഒറ്റ പേജിൽ എടുത്ത ഒരു കോപ്പി വേണം നിങ്ങൾ NMCയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് PCC വേണം. നിങ്ങൾ PCC എടുക്കുമ്പോൾ നിങ്ങൾ 12 മാസത്തിൽ കൂടുതൽ ലാസ്റ്റ് 10 ഇയേഴ്സിൽ ഏതൊക്കെ കൺട്രിയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടോ അവിടുത്തെ എല്ലാം PCC വേണം. 12 മാസമോ അതിൽ കൂടുതലോ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം മതി. 12 മാസത്തിൽ താഴെയാണെങ്കിൽ കുഴപ്പമില്ല. PCCയോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ നഴ്സിംഗ് സർട്ടിഫിക്കറ്റും നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും സബ്മിറ്റ് ചെയ്യണം. ഇതെല്ലാം NMC ക്രോസ് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ നഴ്സിംഗ് വെരിഫിക്കേഷൻ അവർ നടത്തും. നഴ്സിംഗ് വെരിഫിക്കേഷൻ നടത്തുന്നത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നഴ്സിംഗ് കൗൺസിലുമായിട്ടായിരിക്കും. നിങ്ങൾ 2 or 3 നഴ്സിംഗ് കൗൺസിലുമായിട്ടൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെയൊക്കെ വെരിഫിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ ഇപ്പോൾ കർണാടക നഴ്സിംഗ് കൗൺസിലിൻ്റെയോ കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെയോ വെരിഫിക്കേഷനാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു 2500 രൂപ ഏകദേശം, എൻ്റെ ഇപ്പോഴത്തെ ഒരു അറിവനുസരിച്ച് 2500 രൂപയാണ് അതിൻ്റെ പേയ്മെൻറ്റ്. 2500 രൂപ ഒരു പേയ്മെൻറ്റ് അടച്ച് നിങ്ങൾ അവർക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മെയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ NMC ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ നഴ്സിംഗ് കൗൺസിലിന് മെയിൽ അയക്കുകയും നിങ്ങളുടെ നഴ്സിംഗ് കൗൺസിൽ NMCക്ക് തിരിച്ച് വെരിഫിക്കേഷൻ കൊടുക്കുകയും ചെയ്യും. വെരിഫിക്കേഷൻസ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് CBTക്കുള്ള ഡേറ്റ് എടുത്ത് CBT അറ്റൻഡ് ചെയ്യാം. അപ്പം നിങ്ങൾ ചോദിക്കും CBT എന്താണെന്ന്. CBT എന്ന് പറയുന്നത് ഇവിടേക്ക് വരാനുള്ള ഒരു എക്സാം ആണ്. ഇപ്പോൾ അവർ CBTയുടെ പാറ്റേൺ August 2 തൊട്ട് ഒരു പുതിയ പാറ്റേൺ അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. CBT 2 പാറ്റേൺ ആയിട്ടാണ്, 2 പാർട്ടായിട്ടാണ് ഇപ്പോൾ എക്സാം നടക്കുന്നത്. അപ്പം ആദ്യത്തെ പാർട്ട് A ന്യൂമറസി എന്ന് പറയുന്ന ഒരു പാർട്ടും പാർട്ട് B ക്ലിനിക്കൽ എന്ന് പറയുന്ന ഒരു പാർട്ടുമാണ്. പാർട്ട് Aയിൽ ന്യൂമറസിയിൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം മെഡിസിൻ റിലേറ്റഡ് കാൽക്കുലേഷൻസ് അങ്ങനെയൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പാർട്ടിൽ ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. പാർട്ട് എയിൽ നിങ്ങൾക്കുള്ളത് 15 ക്വസ്റ്റ്യൻസ് ആണ്. 15 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 30 മിനിറ്റ്സ് ടൈം ഉണ്ട്. അതായത് ഏകദേശം ഒരു ക്വസ്റ്റ്യന് 2 മിനിറ്റ് വെച്ച്.
ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. ഇങ്ങനെ പാർട്ട് എ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട് ബി ചെയ്യാം. പാർട്ട് ബിയിൽ ക്ലിനിക്കൽ റിലേറ്റഡ് ആയിട്ട് നഴ്സിംഗിൻ്റെ ഏത് ഫീൽഡിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. 100 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ബിയിലുള്ളത്. അത് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്കുള്ളത് 2.5 മണിക്കൂറാണ്. 2.5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ 100 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ബി കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പാർട്ട് ബി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 4 ഓപ്ഷൻസ് ഉള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് ബി. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട് എയും പാർട്ട് ബിയും കംപ്ലീറ്റ് ആയി. അപ്പം നിങ്ങൾ ഈ പാർട്ട് എയ്ക്കും പാർട്ട് ബിക്കും കൂടെ CBT നിങ്ങൾ കംപ്ലീറ്റ്ലി ബുക്ക് ചെയ്യുന്ന സമയത്ത് 83 UK pounds ആണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. പാർട്ട് എയോ ബിയോ ഫെയിൽ ആവുകയാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എയോ ബിയോ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയ്ക്ക് 50 pounds ബിക്ക് 70 pounds ആയിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് വേണം രണ്ടാമത് സിംഗിൾ പാർട്ടായിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഒന്നിച്ച് ആ CBT ഫസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ 83 pounds ആണ് അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. വൺസ് CBT നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PSN വ്യൂവിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മെയിൽ വരും പേഴ്സണലായിട്ട് നിങ്ങൾ CBT പാസ്സായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ NMCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും CBT കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ അടുത്തൊരു ലെവലിലേക്ക് NMCയുടെ പ്രോസസ്സിംഗിലേക്ക് കടന്നതായിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണാൻ പറ്റും. ഞാൻ NMCയുടെ വെബ്സൈറ്റ് ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എളുപ്പമാണ്. ഈ ഗൂഗിളിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾ CBT വൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുള്ള ഒരു കടമ്പ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും OETO IELTS ആണ്. അപ്പോൾ OETO IELTS ചെയ്യുമ്പോൾ UK ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്കോർ എന്ന് പറയുന്നത് 3 മൊഡ്യൂൾസിന് 7ഉം റൈറ്റിങ്ങിന് 6.5 ആണ് IELTSൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. OETൽ എന്ന് പറയുമ്പോൾ 3 മൊഡ്യൂൾസിൽ ബിയും റൈറ്റിങ്ങിൽ C++ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ വരുന്ന സമയത്ത് ഇത് IELTSന് എല്ലാം 7ഉം OETക്ക് എല്ലാം ബിയും ആയിരുന്നു. ഇപ്പോൾ അവരതിൻ്റെ സ്കോറ് കുറച്ചിട്ടുണ്ട് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രം. അതുപോലെ തന്നെ UK ക്ലബിങ് അവൈലബിൾ ആണ്. ഞാൻ വരുന്ന സമയത്ത് ക്ലബിങ് ഇല്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് റീഡിങ് ഫെയിൽ ആയി എന്നിരിക്കട്ടെ, റീഡിങ്ങിന് നിങ്ങൾ ഉദ്ദേശിച്ച 7 സ്കോർ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് എത്രയും വേഗം റീഡിങ് മാത്രമായിട്ട് ബുക്ക് ചെയ്ത് എക്സാം എഴുതിയിട്ട് നിങ്ങൾ അത് അവർ പറയുന്ന സ്കോർ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈ സ്കോറിനോട് കൂടെ തന്നെ കൂട്ടിച്ചേർക്കാൻ പറ്റും. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ടഫായി ഒരു തവണ പോയി എന്ന് കരുതി നിങ്ങൾ വേറെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ക്ലബ് ചെയ്തിട്ട് കയറി വരാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ OET എക്സാമിനേഷൻ നടത്തുന്നത് ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യമാണ്. സോ ഓസ്ട്രേലിയൻ ഈ ഡോളറിലാണ് നമ്മൾ OETയുടെ ഫീസ് അടയ്ക്കുന്നത്. 587 ഓസ്ട്രേലിയൻ ഡോളറാണ് OETയുടെ ഫീസ് എന്ന് പറയുന്നത്. അത് ഏകദേശം എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 30,000 രൂപയോടൊക്കെ അടുത്ത് വരും. അതുപോലെ തന്നെ IELTSന്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു 14,700 രൂപ ഏകദേശം ആ ഒരു റേഞ്ചിൽ വരും IELTSന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ 2 എക്സാമും നിങ്ങൾ ബുക്ക് ചെയ്ത് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ UK പറയുന്ന സ്കോർ അച്ചീവ് ചെയ്ത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വരുന്ന വെബ്സൈറ്റിൽ തന്നെ അലോ NMC ടു വ്യൂ യുവർ റിസൾട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ വരുന്ന സമയത്ത് OET ആണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. OETയുടെ വന്ന സർട്ടിഫിക്കറ്റ് എനിക്ക് NMCക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണമായിരുന്നു അവരുടെ വെബ്സൈറ്റിനകത്ത്. പക്ഷെ ഇപ്പം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് NMCക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ NMCക്ക് ഡയറക്റ്റ് നിങ്ങളുടെ റിസൾട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് NMC പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് OET അറ്റൻഡ് ചെയ്യണം എന്നൊരു സ്റ്റേജ് വരുന്നത് CBT ഒക്കെ കഴിയുന്ന സമയത്താണ്. അതുവരെ നിങ്ങൾക്ക് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. അപ്പോൾ NMCയുടെ പ്രോസസ്സിന് വേണ്ടിയിട്ട് അവർ എക്സ്പെക്ട് ചെയ്യുന്ന നഴ്സിംഗ് വെരിഫിക്കേഷൻ നമ്മൾ ചെയ്തു, നമ്മുടെ പാസ്പോർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തു, നമ്മുടെ നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തു, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ OETO IELTS ലാംഗ്വേജ് ടെസ്റ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഹെൽത്ത് ഡിക്ലറേഷൻ ആണ്. ഹെൽത്ത് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർമാരെ കൊണ്ട് നമ്മൾ ഫിറ്റ് ആണ്, ഹെൽത്തി ഫിറ്റ്നസ് ആണ് എന്നുള്ളത് സർട്ടിഫൈ ചെയ്തിട്ട് ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത്. ആ ഹെൽത്ത് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾ NMCയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിയുന്നതോടെ നിങ്ങളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നു. നിങ്ങളുടെ ഈ NMCയുടെ പ്രോസസ്സ് ഫുള്ള് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ NMC നിങ്ങളെ ടെമ്പററി ആയിട്ടൊരു ലീഗൽ നേഴ്സായിട്ട് അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് NMCന്ന് ഒരു മെയിൽ വരും, നിങ്ങളിവിടെ വർക്ക് ചെയ്യാൻ എലിജിബിൾ ആണ് അറ്റ് ദ മൊമെന്റ്. പിന്നീട് നിങ്ങളിവിടെ വന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഇവിടുത്തെ OSCE എക്സാം കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു കംപ്ലീറ്റ് രജിസ്റ്റേർഡ് നേഴ്സ് ആവും എന്നുള്ളൊരു ഇൻഫർമേഷനുമായിട്ട് NMC നിങ്ങൾക്കൊരു ലെറ്റർ മെയിൽ ചെയ്യും. അത് കിട്ടിക്കഴിഞ്ഞാലോടെ നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന എലിജിബിളായ നേഴ്സായിട്ട് നിങ്ങൾ NMC അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അത്രയും പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹോസ്പിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഒരു ട്രസ്റ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ട്രസ്റ്റിനെ കോൺടാക്ട് ചെയ്ത് അവരുടെ HR വഴി നിങ്ങൾക്ക് പ്രോസസ്സ് മൂവ് ചെയ്യാം. 2, നിങ്ങൾക്ക് ഒരു ഏജൻസി ത്രൂ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോസസ്സ് മൂവ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ട്രസ്റ്റ് വഴി പോകുന്നതും ഏജൻസി വഴി പോകുന്നതും സെയിം ആണ് ആക്ച്വലി. ഡയറക്റ്റ് ട്രസ്റ്റ് വഴിയോ ഹോസ്പിറ്റൽ വഴിയോ പോകുമ്പോൾ ഉള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രോസസ്സിങ് കുറച്ച് സ്ലോ ആയിരിക്കും, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർ ഒഫീഷ്യലായിട്ട് എല്ലാം മെയിൽ ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നത്. സോ അങ്ങനെ റിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചെറിയ സംശയങ്ങളൊക്കെ ഒന്നും നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കുക എന്നുള്ളതൊന്നും അത്രയും പോസിബിൾ ആയിരിക്കത്തില്ല. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ പ്രോസസ്സിങ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഏജൻസി എനിക്ക് തന്ന ഏജന്റിനെ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പേഴ്സണെ ഞാൻ ഒരുപാട് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. കാരണം നാട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. എന്താണ് സംഭവിക്കുന്നത്, അടുത്ത പ്രോസസ്സ് എന്താണ്, ആ പേപ്പർ വരാൻ എന്താണ് ലേറ്റ് ആവുന്നത്, ഇതിങ്ങനെ ഫില്ല് ചെയ്താൽ കറക്റ്റ് ആവുമോ, നമുക്ക് എന്താണ് അവിടെ കറക്റ്റ് ഒരു ഫോമിനകത്ത് ഫില്ല് ചെയ്യേണ്ടത് എന്ന് പോലും നമുക്ക് കൺഫ്യൂഷൻ വരുന്ന സ്റ്റേജസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലാംഗ്വേജിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേണേലും എന്തും ചോദിക്കാൻ പറ്റും എന്നൊരാൾ എന്നുള്ള രീതിയിൽ നമുക്കൊരു ഏജൻസി ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്നുള്ളത് പറയുന്നത്, ഒന്ന് ഇതാണ്, നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. 2, നിങ്ങൾക്ക് അത്രയും സ്പീഡിൽ പ്രോസസ്സിങ് നടക്കില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഏജൻസി വഴിയാണ് ചെയ്തത്, അതുകൊണ്ട് ഹോസ്പിറ്റൽ വഴി ഡയറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഇഷ്യൂസ് എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഒരുപാട് ഏജൻസികളുണ്ട് തട്ടിപ്പൊക്കെയുള്ള, അങ്ങനൊന്നും ചെന്ന് പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ലീഗലായിട്ടുള്ള ഒരു ഏജൻസി നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആ ഏജൻസി ത്രൂ നിങ്ങൾക്ക് ഇഷ്ടം, അവർക്കൊരു കുറേ ഹോസ്പിറ്റൽസ് ഉണ്ടാവും, അവർ റിക്രൂട്ട് ചെയ്യുന്ന കുറേ ഹോസ്പിറ്റൽസ് ഉണ്ടാവും, അവർ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് തരും. ആ ഒരു സമയത്ത് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് ഇൻ്റർവ്യൂ ഉള്ളത്, ഏതൊക്കെ ഹോസ്പിറ്റലിലേക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വേക്കൻസി ഉള്ളത്, കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസും ആ ഹോസ്പിറ്റലിൻ്റെ വേക്കൻസിയും തമ്മിൽ മാച്ച് ചെയ്ത് പോകണമല്ലോ. സോ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാമായിട്ട് അവർ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് തരും. എനിക്ക് കിട്ടിയത് 2 ഓപ്ഷൻസ് ആയിരുന്നു, അതിലൊന്നാണ് ഞാൻ സെലക്ട് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ പോർട്സ്മൗത്തിൽ എത്തുന്നത്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സെലക്ഷനകത്തുനിന്ന് നിങ്ങൾക്ക് പെർട്ടിക്കുലർ ട്രസ്റ്റ്, പ്ലേസ് ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ആ പ്ലേസിൽ നിങ്ങൾ ആ ട്രസ്റ്റിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഇൻ കേസ് നിങ്ങൾ ഫെയിൽ ആയെങ്കിൽ അവർക്ക് ബെറ്റർ ഓപ്ഷൻസ് വേറെ ഉണ്ടാവും. അവർ ഉറപ്പായിട്ട് നിങ്ങളുടെ CV അടുത്ത ഹോസ്പിറ്റലിൽ ഫോർവേഡ് ചെയ്ത് വേഗം നിങ്ങളുടെ ഇൻ്റർവ്യൂസ് സ്പീഡപ്പ് ആക്കി തരും. കാരണം നിങ്ങൾ ഇൻ്റർവ്യൂ കിട്ടി പിന്നെ നിങ്ങൾക്ക് COS കിട്ടിയെങ്കിൽ മാത്രമേ, സ്പോൺസർഷിപ്പ് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എത്രയും വേഗം കയറി വരാൻ പറ്റത്തുള്ളൂ. അതോടെ നിങ്ങളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏജൻസി എത്രയും വേഗം നിങ്ങൾക്ക് അടുത്തൊരു ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ സെറ്റ് ചെയ്ത് തരും. നിങ്ങൾ ഡയറക്റ്റ് ഹോസ്പിറ്റലുമായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്ത് നിങ്ങൾ ഇൻ്റർവ്യൂ വൺസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അടുത്തൊരു ഹോസ്പിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് വീണ്ടും നിങ്ങളുടെ പ്രോസസ്സ്, ഇൻ്റർവ്യൂ വരെയുള്ള പ്രോസസ്സ് നിങ്ങൾക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതാണ് നിങ്ങളൊരു ഏജൻസി ത്രൂ പോകുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ ഒരു ഹാഫ് ഓഫ് ദ റെസ്പോൺസിബിലിറ്റി ഏജൻസി ഏറ്റെടുക്കുന്നതാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം മാത്രം ക്ലിയർ ആയിട്ട് നോക്കി ചെയ്താൽ മതി. എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് ഒരുപാട് നഴ്സസിനെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഏജൻസിയുടെ ഡീറ്റെയിൽസ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ കക്ഷിയോട് ചോദിക്കാവുന്നതാണ്. ഞാൻ ഇപ്പോഴത്തെ പ്രോസസ്സിൻ്റെ കംപ്ലീറ്റ് അപ്ഡേറ്റ്സും എടുത്തത് പുള്ളിയുടെ അടുത്ത് നിന്ന് തന്നെയാണ്. കാരണം പുള്ളി ഇപ്പം നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്ന് കരുതി ഞാൻ പുള്ളിയുടെ കയ്യിൽ നിന്നാണ് ഈ ഫുൾ ഡീറ്റെയിൽസ് എടുത്തത്. P4 ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഈ ഏജൻസി നാട്ടിൽ നിന്ന് ഒരുപാട് നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. നിങ്ങൾക്ക് പെർട്ടിക്കുലർ പേഴ്സണിനെ കോൺടാക്ട് ചെയ്തിട്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ കാര്യങ്ങളും അപ്ഡേറ്റ്സിന്റെ കാര്യങ്ങളും ഒക്കെ ചോദിച്ച് നിങ്ങൾക്ക് പെർട്ടിക്കുലർ പ്ലേസ് എന്തെങ്കിലും ചൂസ് ചെയ്യാനുണ്ടെങ്കിൽ അതും ചൂസ് ചെയ്ത് ഇങ്ങോട്ട് കയറി വരാവുന്നതാണ്. ഒരു ഏജൻസി ത്രൂ പോകുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് തരുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ വന്ന സമയത്ത് എൻ്റെ ഏജൻസി ത്രൂ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ ടിക്കറ്റ് എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെയാണ് എടുത്തത്, എൻ്റെ വിസയുടെ ചാർജും എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെയാണ് എടുത്തത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഏജൻസികൾ ചെയ്യും. അപ്പോൾ എൻ്റെ കൂടെ വന്ന ഒരുപാട് ഫ്രണ്ട്സ് വിസയുടെ പേയ്മെൻറ്റും ടിക്കറ്റിൻ്റെ പേയ്മെൻറ്റും ഒക്കെ ചെയ്തിട്ടാണ് വന്നത്. ബട്ട് അങ്ങനെ ചെയ്തിട്ട് വന്നാൽ പോലും നിങ്ങൾക്ക് അത് തിരിച്ചു വരുന്ന സമയത്ത് റീഫണ്ട് കിട്ടും. പക്ഷെ നിങ്ങളുടെ കയ്യിൽ അന്നേരം ആ ഒരു എമൗണ്ട് എടുക്കാനില്ല എങ്കിൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും. എൻ്റെ കയ്യിൽ അന്നേരം അങ്ങനെ ഒരു എമൗണ്ട് എടുക്കാനില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഏജൻസി എനിക്ക് അതെല്ലാം
ഹോസ്പിറ്റൽ ത്രൂ ചെയ്തു തന്നതുകൊണ്ട് എനിക്കത് വളരെ സഹായമായിരുന്നു. അപ്പം എൻ്റെ വിസയുടെ പേയ്മെൻറ്റും എൻ്റെ ടിക്കറ്റിൻ്റെ പേയ്മെൻറ്റും ഒക്കെ എൻ്റെ ഏജൻസിയാണ് എടുത്തത്. ഞാൻ ഈ പറഞ്ഞ P4 ഹെൽത്ത് കെയർസും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അവർ നിങ്ങളുടെ ടിക്കറ്റും നിങ്ങളുടെ വിസയുടെ ചാർജും ഒക്കെ ഹോസ്പിറ്റൽ വഴിയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഏജൻസി തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ വരുമ്പോൾ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വാറന്റൈനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ നിയമങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അതായത് നേരത്തെ ഇന്ത്യ റെഡ് ലിസ്റ്റിലായിരുന്നു, ഇവിടെ വന്ന് ക്വാറന്റൈൻ ചെയ്യണമായിരുന്നു, ഹോട്ടൽ ക്വാറന്റൈൻ തന്നെ വേണമായിരുന്നു. ഇവിടെ എല്ലാ സമയത്തും ക്വാറന്റൈൻ ചെയ്യണം. റെഡ് ലിസ്റ്റിലായിരുന്ന സമയത്ത് ഹോട്ടൽ ക്വാറന്റൈൻ വേണമായിരുന്നു. അപ്പം ഇപ്പം ആംബർ ലിസ്റ്റിലേക്ക് മാറിയ സമയത്ത് നമുക്ക് ഹോട്ടൽ ക്വാറന്റൈൻ വേണ്ട, റൂം ക്വാറന്റൈൻ മതി. അതാത് സമയത്തെ റൂൾസ് അനുസരിച്ച് നിങ്ങളുടെ ക്വാറന്റൈൻ ഫെസിലിറ്റീസ് എല്ലാം ഈ ഏജൻസി നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഇവർ തന്നെ നിങ്ങൾക്ക് ഇന്റർവ്യൂവിനുള്ള എല്ലാ പ്രിപ്പറേഷൻസിനുള്ള ഹെൽപ്പും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഇന്റർവ്യൂ ടിപ്സും ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും നിങ്ങൾക്കൊരു ചെറിയൊരു ഇന്റർവ്യൂ ട്രെയിനിങ്ങും ഒക്കെ ഇവർ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതുകൊണ്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഇന്റർവ്യൂ പാസ്സാവുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഒരുമാതിരിപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം വെച്ച് തന്നെ നല്ല ഇന്റർവ്യൂ ട്രെയിനിങ്ങും ഒക്കെ ഇവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ട്രെയിനിങ് ഒക്കെ എടുത്തതിന് ശേഷം അവർ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും എളുപ്പമായിരിക്കും. അങ്ങനെ നിങ്ങൾ ഇവിടെ വന്നിട്ടും വന്നതിന് ശേഷമുള്ള എല്ലാ ഹെൽപ്സും ഈ ഒരു ഏജൻസി ത്രൂ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ കോൺടാക്ട് ചെയ്തിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വൺസ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞാലുടൻ നിങ്ങൾക്ക് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഓഫർ ലെറ്റർ കിട്ടുക എന്നുള്ളതാണ്. അതായത് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് പെർ ഇയർ ഒരു ആനുവൽ ഇൻകം വെച്ചിട്ട് ഇത്രയാണ് നിങ്ങളുടെ ആനുവൽ ഇൻകം, ഇങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളൊരു രജിസ്റ്റേർഡ് സ്റ്റാഫ് നേഴ്സായിട്ട് നിങ്ങളെ ഇവിടെ അപ്പോയിന്റ് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ കിട്ടും. ആ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ COSന് അപ്ലൈ ചെയ്യാം. അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പിന് അപ്ലൈ ചെയ്യാം. സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിങ്ങളെ സ്പോൺസർ ചെയ്യാണ് ഒരു 3 വർഷത്തെ വിസയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും. നിങ്ങളുടെ വിസ സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരാൻ പറ്റുമോ, നിങ്ങളുടെ ആനുവൽ ഇൻകം, നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ അഡ്രസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചേർന്നിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും ഈ COS എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ COSന് വേണ്ടിയിട്ട് വീണ്ടും നിങ്ങളൊരു ചെക്ക് ലിസ്റ്റ് ചെയ്തു കൊടുക്കണം. കുറേ റിക്വയർമെന്റ്സ് ഉണ്ട് അതിന് വേണ്ടിയിട്ട്. കുറേ പേപ്പേഴ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം, കുറേ ഫോംസ് ഫിൽ ചെയ്ത് കൊടുക്കാനുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇത് ചെയ്ത് നിങ്ങൾ COSന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്പോൺസർഷിപ്പ് ലെറ്റർ അവർ തരുന്നതായിരിക്കും. അപ്പോൾ COSന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ COSന്റെ ഫോം ഫിൽ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഒരു കമ്പ്യൂട്ടറിൽ തന്നെ, അതായത് ഒരു സിസ്റ്റത്തിൽ തന്നെ ഫിൽ ചെയ്യണം. നിങ്ങൾ കൈകൊണ്ട് എഴുതാൻ പാടില്ല, സിസ്റ്റത്തിൽ തന്നെ ഫില്ല് ചെയ്തിട്ട് വേണം അവർക്കത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വൺസ് നിങ്ങൾക്ക് COS കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. വിസയ്ക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ട്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ്, ഇതെല്ലാം നിങ്ങൾ വെരിഫിക്കേഷന് കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ PCC, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ട് അത് നമ്മുടെ ഏജൻസി നമ്മളെ നന്നായി ഹെൽപ്പ് ചെയ്യും. എന്തൊക്കെ സാധനങ്ങൾ വേണം, എന്തൊക്കെയാണ് നിങ്ങൾ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടു കൊടുക്കേണ്ടത്, അതിനും നിങ്ങൾക്ക് അവരൊരു ചെക്ക് ലിസ്റ്റ് വരും. അപ്പോൾ ആ ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും എടുത്ത് വെച്ച് അവർക്ക് അപ്പോയിൻമെന്റ് എടുത്ത് നിങ്ങൾ VFSCയിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിസയുടെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളൊരു നോർമൽ വിസയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ വിതിൻ 15 വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾക്ക് വിസ കിട്ടും. അല്ല നിങ്ങളൊരു ഫാസ്റ്റ് ട്രാക്ക് വിസയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ വിതിൻ 5 വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾക്ക് വിസ കിട്ടും. അത് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ അവർ സെൻഡ് ചെയ്ത് തരും, നിങ്ങളിത് പോയി കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഫാസ്റ്റ് ട്രാക്ക് വിസയ്ക്ക് നമ്മൾ അഡീഷണൽ പേയ്മെന്റ് കൊടുക്കണം, ബട്ട് വിതിൻ 5 ഡേയ്സിൽ നിങ്ങൾക്ക് കിട്ടും. എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ വിസ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ജോയിനിങ് ഡേറ്റ് കിട്ടിയായിരുന്നു. അതായത് August 7th എനിക്ക് കയറി വരണം, ഇവിടെ വരണം, 9th ഞാൻ ജോയിൻ ചെയ്യണം എന്ന് എനിക്കൊരു ഡേറ്റ് തന്നായിരുന്നു. അപ്പോൾ എനിക്ക് 15 ഡേയ്സ് വെയിറ്റ് ചെയ്ത് എൻ്റെ വിസ എടുക്കാനുള്ള ടൈം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫാസ്റ്റ് ട്രാക്കിന് കൊടുത്തിട്ട് 5 ദിവസത്തിനുള്ളിൽ എനിക്ക് 5 ദിവസം എടുത്തില്ല, ആക്ച്വലി 3 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് വിസ എൻ്റെ കയ്യിൽ കിട്ടി. നമ്മൾ വിസ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ അവർ നമുക്ക് ടിക്കറ്റ് എടുത്തു തരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാം, നമുക്ക് ഇത്ര ലഗേജ് ഉണ്ട്, നമുക്ക് ഈ ഒരു ലഗേജ് ഉള്ള ഒരു ഫ്ലൈറ്റ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിഫർ ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാവരും അത് എടുത്ത് തരണമെന്ന് നിർബന്ധമില്ല. എൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് പേർക്കൊക്കെ കിട്ടിയായിരുന്നു. പക്ഷെ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് എത്തിഹാദിനാണ് കിട്ടിയത്. എനിക്ക് 30 kg കൊണ്ടുവരാൻ പറ്റത്തുള്ളായിരുന്നു. അഡീഷണൽ 10 kg ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പം ടോട്ടൽ 40 kg ആണ് ഞാൻ കൊണ്ടുവന്നത്. പക്ഷെ പലരും പ്രിഫർ ചെയ്ത പോലെ തന്നെ എയർ ഇന്ത്യക്കൊക്കെ ഒരു 40+7 അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പലർക്കും പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാം, അതനുസരിച്ച് അവർ ടിക്കറ്റ് എടുത്ത് തരും. അപ്പം അങ്ങനെ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ എത്താം. അങ്ങനെ നിങ്ങൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ കടമ്പ കഴിഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും.
ഇല്ല. അങ്ങനെ ഇവിടെ നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ഒരു കടമ്പ എന്ന് പറയുന്നത് ഓസ്കിയാണ്. നിങ്ങൾ ഓസ്കി എന്ന് പറയുന്ന എക്സാം പാസ്സാവുക എന്നുള്ളതാണ് അടുത്ത നിങ്ങളുടെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഓസ്കിക്കുള്ള എല്ലാ ട്രെയിനിങ്ങും ഇവർ തന്നെ നിങ്ങൾക്ക് ഇവിടെ തരും. നിങ്ങൾക്ക് പുതിയൊരു എക്സാം ആണ്, ഇവിടുത്തെ നഴ്സിംഗ് കെയർ നിങ്ങൾക്ക് അറിയത്തില്ല, ഇവിടെ നഴ്സിംഗ് എങ്ങനെയാണ് ഇവർ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, ഇവിടുത്തെ ലീഗൽ ആസ്പെക്ട്സ് നിങ്ങൾക്ക് അറിയത്തില്ല, നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊന്നും അല്ല ഇവിടെ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ നിങ്ങളെ പഠിപ്പിച്ചു തരും. ഞാൻ ഓസ്കി അറ്റൻഡ് ചെയ്ത പാറ്റേൺ മാറിയപ്പോൾ ഓസ്കിയുടെ കറക്റ്റ് അപ്ഡേറ്റ്സ് വെച്ചിട്ട് തന്നെ ഇവർ നിങ്ങൾക്ക് കോച്ചിങ് തരും. നിങ്ങൾക്ക് ഉള്ള ഓസ്കിയുടെ ഡേറ്റ് ബുക്ക് ചെയ്ത് അതിന്റെ പേയ്മെന്റ് നിങ്ങളുടെ ഹോസ്പിറ്റൽ തന്നെയാണ് കൊടുക്കുന്നത്. അതിലൊന്നും നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ട്രാവൽ ചാർജും ആ ഒരു എക്സാമിനേഷൻ സെന്ററിൽ പോയി നിൽക്കാനോ വല്ലതും നിങ്ങൾക്ക് ചാർജ് വല്ലതും ഉണ്ടെങ്കിൽ അത് മാത്രം നിങ്ങളുടെ ആ ഒരു എക്സ്പെൻസ് മാത്രം നോക്കിയാൽ മതി. ഞാൻ UK-ലാണെങ്കിൽ പോലും ഞാൻ എൻ്റെ ഓസ്കി എക്സാം എഴുതിയത് നോർത്തേൺ അയർലൻഡിലാണ്. അപ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഞങ്ങളൊരു 2-3 ദിവസത്തിന് മുമ്പ് അവിടെ ചെന്ന് ഞങ്ങളൊരു 10-15 പേരുണ്ടായിരുന്നു. എല്ലാവരോടും ഒന്നിച്ചൊരു വലിയ വീടെടുത്ത് അവിടെ തന്നെ താമസിച്ച് ഞങ്ങൾ എക്സാം എഴുതി. ഒരു ദിവസം ഞങ്ങൾ അയർലൻഡ് മൊത്തം ഒന്ന് കറങ്ങി, നോർത്തേൺ അയർലൻഡ് മൊത്തം ഒന്ന് കറങ്ങി കണ്ടിട്ടൊക്കെയാണ് ഞങ്ങളിതൊരു ട്രിപ്പായിട്ട് അടിച്ചു പൊളിച്ചാണ് പോയത്. അപ്പം നിങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ട്രസ്റ്റിൽ നിന്ന് ദൂരേക്കാണ് നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അവിടെ ഒരു സ്റ്റേയും നിങ്ങളുടെ ട്രാവൽ എക്സ്പെൻസും ഒക്കെ വരും. പക്ഷെ നിങ്ങളുടെ ഓസ്കിയുടെ പേയ്മെന്റ് കൊടുക്കുന്നത് നിങ്ങളുടെ ഹോസ്പിറ്റലായിരിക്കും. വലിയ ഫെയിലിയേഴ്സ് ഒന്നും ഓസ്കിക്ക് റിപ്പോർട്ട് ചെയ്യാറില്ല സാധാരണ. വളരെ ചുരുക്കം പേരാണ് ഫെയിൽ ആവാറുള്ളത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് പാസ്സാവുന്നതേ ഉള്ളൂ. അത് എനിക്ക് 100% പറയാൻ പറ്റും. കാരണം ഞാനൊരു തിയേറ്റർ നേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് മെഡിസിൻ കോമ്പറ്റൻസീസ് ഒന്നും ഇല്ല. കാരണം ഞാൻ മെഡിസിൻ നാട്ടിലാണെങ്കിൽ പോലും ഞാനങ്ങനെ മെഡിസിൻ കൊടുത്തിട്ടില്ല, ഇവിടെ ആണെങ്കിലും കൊടുത്തിട്ടില്ല. പെട്ടെന്നൊരു മെഡിസിൻ്റെ ആക്ഷനൊക്കെ ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ ഒന്ന് പതറും കേട്ടോ. കാരണം പഠിച്ച സമയത്ത് പഠിച്ചു എന്നല്ലാതെ പിന്നെ ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എൻ്റെ ഒരു നഴ്സിംഗ് ഫീൽഡിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ മോക്ക് എക്സാം നടക്കുന്ന സമയത്ത്, ട്രയൽ എക്സാം നടക്കുന്ന സമയത്ത് ഞാൻ മെഡിസിൻ ചെയ്യേണ്ട സ്റ്റേഷനിൽ അവിടെ ഇരുന്ന് കരയാണ് ചെയ്തത്. അത്രയും ശോചനീയ അവസ്ഥയായിരുന്നു എൻ്റെ മെഡിസിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഞാനും പാസ്സായിട്ടോ. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഞാനും പാസ്സായി. അപ്പം നിങ്ങൾ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതോർത്ത് വെറി ചെയ്യേ വേണ്ട. പ്രോപ്പർ ട്രെയിനിങ് അവർ തരും. വൺസ് നിങ്ങൾ ഓസ്കി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പിൻ നമ്പർ കിട്ടി. അതായത് ഇവിടെ നമുക്കൊരു പിൻ നമ്പർ ഉണ്ടാവും നമ്മുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. ആ ഒരു നമ്പറിലായിരിക്കും നമ്മുടെ ലീഗൽ രജിസ്ട്രേഷൻ നിൽക്കുന്നത്. അപ്പം ആ ഒരു നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് 2 ദിവസം എടുത്തുള്ളൂ. ഞാൻ എൻ്റെ എക്സാം കംപ്ലീറ്റ് ചെയ്ത് NMCക്ക് ഒരു £140 or £120, ഐം നോട്ട് ഷുവർ, അത് പേ ചെയ്ത് കഴിയുമ്പോഴായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ പിൻ നമ്പർ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ റൂള് മാറി. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ NMCക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. അതിനുശേഷം വന്നിട്ട് നമ്മൾ ഓസ്കി അറ്റൻഡ് ചെയ്യുന്നു. ഓസ്കി കഴിഞ്ഞിട്ട് 1 മാസം എടുക്കും നിങ്ങളുടെ പിൻ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. അത്രയും ലേറ്റ് ആവുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് പിൻ നമ്പർ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ 1 മാസം ഈ ഓസ്കി കഴിഞ്ഞ് നിങ്ങളുടെ പിൻ നമ്പർ വരുന്നത് വരെ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരു ബാൻഡ് 3 നേഴ്സായിട്ടോ ബാൻഡ് 4 നേഴ്സായിട്ടോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ബാൻഡ് എന്താണെന്ന്, ബാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സസ് നോർമൽ ലെവലാണ്. നമ്മുടെ മാനേജേഴ്സ് ബാൻഡ് 7 ആയിരിക്കും, നമ്മുടെ മേട്രൺ ബാൻഡ് 8 ആയിരിക്കും, നമുക്കൊരു ടീം ലീഡർ ഉണ്ടെങ്കിൽ അവർ ബാൻഡ് 6 ആയിരിക്കും. നമ്മൾ രജിസ്റ്റേർഡ് നഴ്സസ് ബാൻഡ് 5 ആണ്. അതിന് താഴോട്ട് വരും ബാൻഡ് 4, ബാൻഡ് 3, ബാൻഡ് 2 എന്ന് പറയുന്നത് ഹെൽത്ത് കേസ് ആയിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. ഇവിടെ ആ ഒരു ലെവൽ അനുസരിച്ച്, ബാൻഡ് അനുസരിച്ചാണ് അവർ ഗ്രേഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു വർക്കിനെ. അപ്പം ബാൻഡ് 5 ആയിട്ടാണ് നിങ്ങളൊരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ശരിക്കും വർക്ക് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് NMCയുടെ പിന്ന് കിട്ടുന്നതിന് ശേഷമാണ്. അപ്പോൾ അതിനു മുമ്പ് ഹോസ്പിറ്റലിൻ്റെയോ ട്രസ്റ്റിൻ്റെയോ പോളിസി അനുസരിച്ച് ഒരു ബാൻഡ് 3 ബാൻഡ് 4 ആയിട്ടായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് സാലറിയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഒരുപാട് വ്യത്യാസം ഉണ്ടാവത്തില്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾ വൺസ് നിങ്ങളെ പിന്ന് കിട്ടി നിങ്ങളൊരു രജിസ്റ്റേർഡ് നേഴ്സായി കഴിയുമ്പം അവർ നിങ്ങൾക്ക് ഓഫർ ചെയ്ത പോലെ തന്നെയുള്ള ഓഫർ ലെറ്ററിലുള്ള നിങ്ങളുടെ കറക്റ്റ് ആനുവൽ ഇൻകം വെച്ചിട്ട് നിങ്ങൾക്കൊരു ഇൻകം വരും. അപ്പം നിങ്ങൾ ഈ 2 ലക്ഷം രൂപ മന്ത്ലി അല്ലെങ്കിൽ ആനുവലി 24 lakhs എന്നൊക്കെ കണ്ടിട്ട് നിങ്ങളതിനെ ഒരു 12 ആയിട്ട് ഡിവൈഡ് ചെയ്ത് മന്ത്ലി ഒരു 2 ലക്ഷമൊക്കെ കിട്ടും കയ്യിൽ എന്ന് വിചാരിച്ച് ആരും ഇങ്ങോട്ട് വരരുത് ദയവേത്. നാട്ടിലുള്ള എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ഈ ആനുവൽ ഇൻകം വെച്ചിട്ട് 12 months കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. ഇവിടെ ഒരുപാട് സാലറി കട്ടിങ് ഉണ്ട്. നമുക്ക് ഇൻഷുറൻസ് പോകും, NI എന്ന് പറഞ്ഞിട്ട് നാഷണൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പേയ്മെൻറ്റ് പോകുന്നുണ്ട്. നമ്മുടെ പെൻഷൻ ഒരു പേയ്മെൻറ്റ് പോകും. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ 20% ടാക്സ് ആയിട്ട് പോകും. ഇതെല്ലാം കഴിഞ്ഞിട്ട് കട്ടിങ്ങുകൾ കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് സാലറി കയ്യിൽ കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടാവത്തുള്ളൂ.
അപ്പം നിങ്ങൾ ചെയ്യുന്ന നൈറ്റ് വീക്കെൻഡ്, ഇവിടെ വീക്കെൻഡിനും നൈറ്റിനും ഒക്കെ പേ കൂടുതലുണ്ട്. വീക്കെൻഡ് എന്ന് പറയുമ്പോൾ സാറ്റർഡേ സൺഡേസ് അങ്ങനെയൊക്കെ. പിന്നെ ബാങ്ക് ഹോളിഡേയ്സ് ഉണ്ട്. ബാങ്ക് ഹോളിഡേയ്സിന് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡബിൾ സാലറി ആയിരിക്കും. അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെയൊക്കെ നൈറ്റും ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ സാലറിയിൽ വേരിയേഷൻസ് ഉണ്ടാവും. ഇവർ പറയുന്നതിനേക്കാൾ കൂടുതൽ സാലറി നിങ്ങൾക്ക് കിട്ടും. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ബാങ്ക് ഡ്യൂട്ടീസ് ചെയ്യാൻ പറ്റും. അതത് ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യാനുള്ള അവൈലബിലിറ്റി ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ബാങ്ക് പാർട്ട്ണർ ഉണ്ടാവും. ബാങ്ക് ഡ്യൂട്ടി ചെയ്യാന്ന് ഇവിടെ എക്സ്ട്രാ ഡ്യൂട്ടിക്ക് പറയാറ്. അപ്പോൾ ഒരു ബാങ്ക് പാർട്ട്ണർ ഉണ്ടാവും. ആ പാർട്ട്ണറുമായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാർഡിൽ എവിടെയൊക്കെ എപ്പോഴൊക്കെ ഷോർട്ടേജ് വരുന്നു അപ്പോൾ അവിടെ ആളെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ബാങ്ക് ഡ്യൂട്ടീസ്, നിങ്ങളുടെ എക്സ്ട്രാ ഷിഫ്റ്റ്സ് കാണാൻ പറ്റും. അങ്ങനെ ആ ഷിഫ്റ്റുകൾ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോർമലി വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റേറ്റിൽ, അതായത് പെർ അവർലി നിങ്ങൾക്ക് കൂടുതൽ റേറ്റിൽ നിങ്ങൾക്ക് ബാങ്ക് ഡ്യൂട്ടീസ് ചെയ്യാൻ പറ്റും. അങ്ങനെയും നിങ്ങളുടെ ഇൻകം കൂട്ടാൻ പറ്റും. അപ്പം ഈ ഒരു രീതിയിലാണ് ഇവിടെ നഴ്സസ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഷിഫ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 12 hour ഷിഫ്റ്റ്സ് ഉണ്ട്. പല പാറ്റേണിലും നമുക്കിവിടെ ഷിഫ്റ്റ് എടുക്കാൻ പറ്റും. എനിക്കെന്ന് പറയുന്നത് എൻ്റെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 8 to ഈവനിങ് 6 o'clock ആണ്. അപ്പം എൻ്റെ ഒരു തിയേറ്റർ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. 6 o'clock തിയേറ്റർ ക്ലോസ് ചെയ്യും. ചില ദിവസങ്ങളിൽ ലേറ്റ് ഡ്യൂട്ടീസ് വരാറുണ്ട്. അതെന്ന് പറയുമ്പം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും, തീരുന്നത് ഇവിടുത്തെ ഒരു 8 o'clock അങ്ങനെ ഒരു ഷിഫ്റ്റ് പാറ്റേണിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ വീക്ക്ലി വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്, ഇവർക്ക് ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടി നമ്മുടെ കോൺട്രാക്റ്റഡ് അവേഴ്സ് എന്ന് പറയുന്നത് 37.5 hours ആണ്. ഒരാഴ്ചയിൽ 37.5 hours ആണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. സോ എനിക്ക് 8 to 6 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ 4 days വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് 37.7 എനിക്കൊരു വീക്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വാർഡിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 12 hour ഷിഫ്റ്റ്സ് ആയിരിക്കും ചെയ്യുന്നത്. സോ മന്ത്ലി ഒരു വീക്കിൽ മാത്രം നിങ്ങൾ 4 days ചെയ്താൽ മതി. ബാക്കി എല്ലാ വീക്കിലും നിങ്ങൾ 3 days വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അപ്പം നൈറ്റും ഡേയും ഒക്കെ നിങ്ങളുടെ വാർഡിൻ്റെ ഷിഫ്റ്റ് അനുസരിച്ച് മാറി മറിഞ്ഞൊക്കെ വരും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഷിഫ്റ്റിൻ്റെ പാറ്റേൺ. ഏകദേശം ഇവിടുത്തെ ഒരു പ്രോസസ്സിങ്ങിനെ കുറിച്ചും ഷിഫ്റ്റിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു നല്ല ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ, കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്ത ഏജൻസിയുടെ ആളെ വിളിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് എല്ലാം കിട്ടും, കറക്റ്റ് ഫോളോ അപ്പും കിട്ടും. നിങ്ങൾക്ക് എത്രയും വേഗം ഇങ്ങോട്ട് കയറി വരാൻ പറ്റും. ഞാൻ പറഞ്ഞൊരു പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് NMCയും OETയും നിങ്ങൾ ഒരുപോലെ തന്നെ പാരലലായിട്ട് കൊണ്ടുപോയി പ്രോസസ്സിങ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോസസ്സിങ് ടൈം എത്രയും വേഗം കുറയ്ക്കാൻ പറ്റും. ഞാനൊരു 4 monthsലൊക്കെയാണ് UK പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് കയറി വന്നത്. പക്ഷേ 1 monthലും 2 monthലും കയറി വന്നവരെ എനിക്കറിയാം. സോ നിങ്ങൾ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ നിങ്ങളുടെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും എത്രയും വേഗം നിങ്ങൾ വരിക എന്നുള്ളത്. സോ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ഓൾ നഴ്സസ് ഹു ആർ പ്ലാനിങ് ടു കം ടു UK. നിങ്ങളുടെ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് നന്നായി കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. ഞാൻ നാട്ടിൽ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ ഒരു സാലറി 2 വർഷം എന്ന് പറയുന്നത് 10,000 rupees ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ടൈമിൽ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ കുറച്ച് എഫേർട്ടും ഒരു ഡെഡിക്കേഷനും ഒക്കെ നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യത്തിൽ, OET കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ, CBT കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് കിട്ടും. അത്രയും ടഫൊന്നും അല്ല ഇപ്പോൾ കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങളങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് എത്രയും വേഗം നിങ്ങൾക്കും ഒരു ബെറ്റർ ഫ്യൂച്ചർ ഇൻ നഴ്സിംഗ് കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വരാനിരിക്കുന്ന എല്ലാ നഴ്സസിനും UK ഇപ്പോഴേ സ്വാഗതം. എത്രയും വേഗം നിങ്ങൾ ഇവിടെ എത്തട്ടെ, നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആവട്ടെ, നിങ്ങളൊരു രജിസ്റ്റേർഡ് നഴ്സായി നിങ്ങൾ സന്തോഷമായി നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഇവിടെ സെറ്റിൽ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ NMCയുടെ എല്ലാ അപ്ഡേറ്റ്സും, നഴ്സിംഗിൻ്റെ വരുന്ന കാലങ്ങളിലെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും അറിയണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അടുത്ത വീഡിയോയും അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഇഫ് യു ലൈക്ക് അവർ കണ്ടൻറ്റ്സ് ആൻഡ് വാട്ട് വി ആർ ഡൂയിങ് ത്രൂ അവർ ചാനൽ. സോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഷെയർ ചെയ്യണം. നിങ്ങൾക്കറിയാവുന്ന എല്ലാ നഴ്സസിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, വളരെ സപ്പോർട്ടീവ് ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ ബൈ ഫ്രം മിൻറ്റൂസ്.